നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ BJPയുടെ NDAയുടെ വികസന സ്വപ്നങ്ങൾ, വികസന പദ്ധതികൾ BJP സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള കൊടുങ്ങല്ലൂർ ഡിവിഷനിലെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള VV രാജേഷ് നമുക്കൊപ്പം പങ്കുവയ്ക്കുകയാണ്. നമസ്കാരം രാജേഷ്. നമസ്കാരം. നമ്മൾ മുമ്പ് പലതവണ സംസാരിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ അഴിമതികളും കാര്യങ്ങളും ഒക്കെ. അത് നമ്മളൊരു പോഡ്കാസ്റ്റിൽ ഇരുന്ന് കഴിഞ്ഞാലും തീരൂല, അത്രയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു 40ഓളം അഴിമതികൾ രാജേഷിനെ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉയർത്തി കാട്ടിയിട്ടുണ്ട്. നമുക്ക് അഴിമതിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് സംസാരിച്ച് നമുക്ക് ഈ അഴിമതിയിലേക്ക് പോകുന്നത്. ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ച് 2015 മുതലാണ് ആഴത്തിൽ പഠനം നടത്തിയത്. അപ്പോഴാണ് ഞങ്ങൾ പ്രതിപക്ഷമാവുന്നത്. 2020 മുതൽ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ കോർപ്പറേഷനിൽ കൗൺസിലർമാരായിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു റിസർച്ച് എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ചത്. സത്യത്തിൽ വികസനത്തെക്കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് താങ്കളുടെ ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള അനന്തമായ സാധ്യതകളാണ് തിരുവനന്തപുരത്തുള്ളത്. ഓരോ നിമിഷവും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നഗരങ്ങളിൽ ഒന്നാക്കാൻ സാധിക്കുന്ന സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ ഞാൻ ചില സാധ്യതകൾ ചൂണ്ടിക്കാട്ടാം. ആ സാധ്യതകൾ പ്രയോജനപ്പെടണമെങ്കിൽ ആദ്യം ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ എനിക്ക് തോന്നുന്നത് മുംബൈ പോർട്ട് വന്നതിന് ശേഷം മഹാരാഷ്ട്ര ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം ആയതുപോലെ വിഴിഞ്ഞം പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ശക്തമായ ഒരു മുന്നേറ്റം നടത്തി കഴിഞ്ഞാൽ മിനിമം തെക്കേ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാവാൻ തിരുവനന്തപുരത്ത് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് മറിച്ചൊന്ന് ചിന്തിക്കാതെ ഉത്തരം പറയാൻ സാധിക്കും. അത്രത്തോളം പൊട്ടൻഷ്യലുണ്ട്. ഒരുപക്ഷെ മുംബൈ പോർട്ടിനേക്കാൾ പൊട്ടൻഷ്യലുള്ള പോർട്ടാണ് വിഴിഞ്ഞമെന്ന് ഇത്രയും കാലത്തെ പഠനത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ സാധിക്കും. സ്വാഭാവികം ഞാൻ ഇത്രയും പറയുമ്പോൾ തന്നെ ഒരു പോർട്ട് വരുന്നതിലൂടെ തെക്കേ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായി നമ്മുടെ നഗരത്തിൽ മാറാൻ സാധിക്കുമെന്ന് പറയുന്നതിലൂടെ തന്നെ അനന്തമായ സാധ്യതകൾക്കുള്ള വാതായനം തുറന്നിടുകയാണ് ചെയ്യുന്നത്. എല്ലാ മേഖലയിലും ടൂറിസം ആയിക്കോട്ടെ, എക്സ്പോർട്ട് ആയിക്കോട്ടെ, ഇമ്പോർട്ട് ആയിക്കോട്ടെ, ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ വളരെ വളരെ വലിയ കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, ഇതിലൊക്കെ തന്നെ അനന്തമായ സാധ്യതകൾ വരുന്നുണ്ട്. അതുപോലെ മറ്റൊന്ന് ആണ് നമ്മുടെ IT. ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്, ബാംഗ്ലൂരിനേക്കാളും ഹൈദരാബാദിനേക്കാളും സാധ്യതയുള്ള ആണ് ട്രിവാൻഡ്രത്തെ IT മേഖല. ട്രിവാൻഡ്രത്ത് വരാൻ പോകുന്ന ഒരു 5 വർഷം നമ്മൾ കാര്യമായിട്ട് IT എന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലെ 1-ാം നമ്പർ IT മുന്നേറ്റമായി തിരുവനന്തപുരത്ത് മാറ്റാൻ സാധിക്കും. മറ്റൊന്ന് നമ്മുടെ സ്പിരിച്വൽ ടൂറിസം. പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ, വെട്ടുകാട് ചർച്ച്, അതുപോലെ തന്നെ ഭീമപള്ളി മോസ്ക്, ഇതൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്പിരിച്വൽ ടൂറിസം പ്രോത്സാഹിപ്പിച്ചാൽ നമ്മുടെ കൾച്ചറൽ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതോടൊപ്പം തന്നെ നിരവധി വിനോദസഞ്ചാരികൾ അല്ലെങ്കിൽ തീർത്ഥാടകർ നമ്മുടെ തിരുവനന്തപുരത്ത് വന്നിറങ്ങുമ്പോൾ അവർ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് മണി അത് നമ്മുടെ എല്ലാ മേഖലയിലേക്ക് ഒഴുകി ഇറങ്ങുന്നതിലൂടെ നമ്മുടെ സമ്പദ്ഘടന വർദ്ധിക്കും, തൊഴിൽ സാധ്യത വരും. മറ്റൊന്ന് മെഡിക്കൽ ടൂറിസത്തിന് തിരുവനന്തപുരം പോലെ ഇന്ത്യയിൽ മറ്റൊരിടത്തും സാധ്യതയില്ലെന്നുള്ളതാണ്. അതായത് ആയുർവേദം, അതുപോലെ തന്നെ ഹോമിയോ, യോഗ ചികിത്സ, കളരി ചികിത്സ, മർമ്മ ചികിത്സ, യൂനാനി ചികിത്സ, അതുപോലെ തന്നെ അലോപ്പതിയിലാണെന്നുണ്ടെങ്കിൽ രാജഭരണകാലത്ത് തന്നെ ആരംഭിച്ച റിസർച്ച് സെൻ്ററാണ് ശ്രീ തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ലോക നിലവാരത്തിൽ ഉയരാൻ പറ്റുന്നൊരു പ്രസ്ഥാനമാണ് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്ത് ജവഹർലാൽ നെഹ്റു തന്നെ 1-ാമത്തെ പേഷ്യൻ്റ് ആയിട്ടുള്ള ചരിത്രമുള്ള മെഡിക്കൽ കോളേജാണ് RCC, റീജിയണൽ ക്യാൻസർ സെൻറ്റർ. അതോടൊപ്പം തന്നെ നമ്മുടെ തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, നിരവധി സ്വകാര്യ ആശുപത്രികൾ, ഇതൊക്കെ തന്നെ കണക്ട് ചെയ്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻകൈ എടുത്തുകൊണ്ട് യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രിയും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയും ഒക്കെ തന്നെ ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ ഒരു മെഡിക്കൽ ടൂറിസം നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും 100 കണക്കിന് 1000 ആൾക്കാർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി തിരുവനന്തപുരത്ത് ഒരു പാക്കേജിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ഒരു വിദേശ രാജ്യം, ഫോർ എക്സാമ്പിൾ സൗദി അറേബ്യ, ഒരു കാർഡിയാക് പേഷ്യൻറ്റ്, അവിടെ 50 lakhs ചെയ്യേണ്ട കാർഡിയാക് സർജറി നമുക്ക് 5-7 ലക്ഷം കൂടെ ചെയ്യാൻ സാധിക്കും. ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇവിടുത്തെ ഡോക്ടർമാർ വെരിഫൈ ചെയ്തതിന് ശേഷം ആ പേഷ്യൻറ്റിനെ അവരുടെ വീട്ടിൽ നിന്ന് എടുത്ത് നമ്മുടെ വാഹനത്തിൽ തന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടും. സൗദിയിൽ അവർ നേരെ ട്രിവാൻഡ്രത്ത് കൊണ്ടുവരുന്നു. ട്രിവാൻഡ്രം എയർപോർട്ടിൽ നമ്മളുടെ വാഹനം തന്നെ റിസീവ് ചെയ്യുന്നു, ബൈസ്റ്റാൻഡർ റിസീവ് ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, അവരെ ട്രീറ്റ്മെൻറ്റ് നടത്തി തിരിച്ചവരുടെ വീട്ടിലെത്തി ഒരു പാക്കേജ്. അവർക്ക് ഇൻഷുറൻസ് ഉണ്ട്. സ്വാഭാവികമായിട്ട് ഒരു പ്രോപ്പർ ഡിസ്കഷൻ നടന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ തന്നെ അനന്തമായ സാധ്യതകളുണ്ട്. ദന്തൽ ട്രീറ്റ്മെൻറ്റ് ഇവിടെ 25,000 മുതൽ 50,000 രൂപയ്ക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ദന്തൽ ട്രീറ്റ്മെൻറ്റ് UK 10 lakhs ആണ്. ഞാൻ നേരത്തെ 10 lakhs ആണ്. അപ്പോൾ ഞാൻ നേരത്തെ ഇപ്പോൾ നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഉടമസ്ഥ
അവർ യു കെ ബേസ്ഡാണ്. അവർ ദന്തൽ ട്രീറ്റ്മെൻറ്റ് തിരുവനന്തപുരത്ത് പോയാണ് ചെയ്യുന്നത്. പാത്തോളജിസ്റ്റാണ്, അവിടെ ഡോക്ടറാണ്. തിരുവനന്തപുരത്ത് പോയി ദന്തൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടത്തെക്കാളും ലക്ഷക്കണക്കിന് രൂപ അവിടെ കൂടുതലാണ്. അപ്പം ഞാനിവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്തു, ഇതെൻ്റെ നേരിട്ടുള്ള അനുഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ വലിയ സാധ്യത തിരുവനന്തപുരത്തുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സ്പിരിച്വൽ ടൂറിസം, മെഡിക്കൽ ടൂറിസം, IT, വിഴിഞ്ഞം, ഇത്രത്തോളം അനുഗ്രഹീതമായ ഒരു പട്ടണം ലോകത്ത് എവിടെയാണ് ഉള്ളത്? അപ്പോൾ ഈ തൊട്ടടുത്ത് എയർപോർട്ട്, അതെ, എയർപോർട്ടിൽ സിറ്റിയിൽ നിന്ന് അത്ര അടുത്തുള്ള ഒരു വേറെ ഒരു ലോകത്തില്ല, സ്ഥലത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. എയർപോർട്ട്, സീപോർട്ട്, ബസ് സ്റ്റാൻഡ്, അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ, IT മേഖല, ഇതൊക്കെ തന്നെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിനുണ്ട്. നമുക്ക് എത്ര ബ്ലോക്ക് ആയിരുന്നാലും സിറ്റിയിൽ നിന്നും 15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രം ഡൊമസ്റ്റിക് എയർപോർട്ടിലായാലും ഇന്റർനാഷണൽ എയർപോർട്ടിലായാലും എത്താൻ സാധിക്കും. ബസ് സ്റ്റാൻഡിൽ നിന്ന് നോക്കിയാൽ റെയിൽവേ സ്റ്റേഷൻ കാണാൻ സാധിക്കും. ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ എയർപോർട്ടിൽ നിന്നോ 15 മിനിറ്റ് യാത്ര ചെയ്താൽ വിഴിഞ്ഞം പോർട്ടിലെത്താൻ സാധിക്കും. ഇത്രത്തോളം അനുഗ്രഹീതമായ ഒരു സിറ്റി. അതോടൊപ്പം നല്ല രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങൾ, ഒരുപാട് VSSC ഉൾപ്പെടെയുള്ള റിസർച്ച് സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ടൊന്ന് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സത്യത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു നഗരമാകാൻ വേണ്ടി തിരുവനന്തപുരത്ത് സാധിക്കും. ഈ സാധ്യതകൾ ഏതു തരത്തിലും ഞാനിപ്പോൾ പറഞ്ഞില്ലേ. അപ്പോൾ വികസനത്തിന് നമ്മൾ മുൻപോട്ട് വയ്ക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത തരത്തിലുള്ള സാധ്യതകൾ തിരുവനന്തപുരം തുറന്നിട്ടിരിക്കുകയാണ്. അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തി നമ്മളെ ഇപ്പോഴും ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം പറയുന്നത് തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നങ്ങളാണ്. അതായത് രാജഭരണകാലത്തുണ്ടായിരുന്ന ഡ്രെയിനേജ് സംവിധാനത്തിൽ നിന്ന് ഇപ്പോഴും ഒരു പിടിയും മുന്നോട്ട് പോയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് എങ്ങനെ നമ്മൾ പരിഹാരം കണ്ടത്? അതായത് ഇപ്പം 101 വാർഡാണുള്ളത്. 36 വാർഡിൽ മാത്രമാണ് ഡ്രെയിനേജ് സംവിധാനമുള്ളത്. ഈ 36 വാർഡിൽ ഡ്രെയിനേജ് സംവിധാനം ഉള്ളതിൻ്റെ ഒരു പ്രശ്നം, ഇപ്പം ഞാൻ കഴിഞ്ഞ ടൈമിൽ പൂജപ്പുര വാർഡ് കൗൺസിലറായിരുന്നു. അവിടെ 100-150 പേരോ മാത്രം 100-150 വീടുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രദേശത്ത് അന്ന് ആ വീടുകൾക്ക് ആവശ്യമായിട്ടുള്ള വോളിയം ഡ്രെയിനേജ് വേസ്റ്റ് പോകാനുള്ള പൈപ്പായിരുന്നു ഇട്ടിരുന്നത്. ഇന്ന് അവിടെ 1500 വീടുണ്ട്. അതിൻ്റെ 10 ഇരട്ടി ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഓവർഫ്ലോ ആവും. ഈ രാജഭരണകാലത്തിട്ട പൈപ്പിലൂടെയാണ് ഇപ്പോഴും ഡ്രെയിനേജ്. അപ്പോൾ 10 ഇരട്ടി ആൾക്കാർ വർദ്ധിച്ചിട്ടും അതിന് യാതൊരു വ്യത്യാസം. ഇതുപോലും 36 വാർഡിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ബാക്കിയുള്ളൊരു 10-70 വാർഡിലെ ആൾക്കാർ എന്ത് ചെയ്യും? അവിടെയാണ് ഈ നഗരം മലിനമാവുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വരുന്നത്. ഈ നമ്മുടെ ഒരു പണ്ട് ശുദ്ധജലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന, കണ്ണീര് പോലുള്ള വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന ഒരു 5-8 നദികളുണ്ട്. പാർവതീപുത്രനായരായിക്കോട്ടെ, ആമഴിഞ്ഞാൻ തോടായിക്കോട്ടെ, കിള്ളിയാറായിക്കോട്ടെ, കരമനയാറായിക്കോട്ടെ. മറ്റുള്ള വലിയൊരു വിഭാഗം ആൾക്കാർ ഡ്രെയിനേജ് വേസ്റ്റ് തുറന്നു വിടുന്നത് ഈ ആറിലേക്കാണ്. അപ്പോൾ അവർക്ക് വേറെ മാർഗ്ഗമില്ല. അവർ സ്വാഭാവികമായിട്ടും ഭരണകൂടം അതിൻ്റെ സിസ്റ്റം കാണിച്ചു കൊടുക്കണം. അതില്ലാത്തതുകൊണ്ട് അവർ ഇവിടേക്ക് തുറന്നു വിടും. മറ്റൊരു കോൺസെപ്റ്റ് ഉള്ളത് നമ്മൾ സെപ്റ്റിക് ടാങ്കിലാക്കിയതിന് ശേഷം സക്ക് ചെയ്ത് മാറ്റുക എന്നുള്ളത്. പലപ്പോഴും ഒന്നും പ്രോപ്പറായിട്ട് നടക്കാറില്ല, വിളിച്ചാൽ വാഹനം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർ അവർക്ക് തോന്നുന്ന സ്ഥലത്തൊക്കെ തുറന്നു വിടുന്ന ഒരു സാഹചര്യം. അപ്പോൾ 36 വാർഡ് പോയിട്ട് ഒരു 60-65 വാർഡിൽ ഡ്രെയിനേജ് സംവിധാനം ഒരുക്കാൻ പോലും കഴിഞ്ഞ 45 വർഷമായി സാധിച്ചില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നഗരം എന്തൊരു ദുരന്താവസ്ഥയിലാണ് എന്നുള്ളത് തിരിച്ചറിവുണ്ടാകുന്നു. അതായത് 2014 മോദി ഇന്ത്യ ഭരണത്തിൽ ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ ഇന്ന് ഭാരതം എന്താണോ അവസ്ഥയിലുണ്ടായിരുന്നത് ആ അവസ്ഥയിലാണ് ഇപ്പോഴും ഈ ഒരു കൊച്ചു സ്ഥലമുള്ളത്. ഈ തിരുവനന്തപുരത്തിൻ്റെ പ്രശ്നം ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള പ്ലാനിങ് കഴിഞ്ഞ ഒരു 50 വർഷം ഇല്ല 45 വർഷമായി നടക്കുന്നില്ല. ഒരു ദിവസം എങ്ങനെ കഴിച്ചുകൂട്ടാം എന്നുള്ള ചിന്താഗതിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നാളിതുവരെ ഭരിച്ചിരുന്ന ഭരണാധികാരികളെ നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുന്നൊന്നുമല്ല, തുടങ്ങിയിടത്ത് നിന്ന് നമ്മൾ ഒരുപാട് പുറകോട്ട് പോകുന്ന ഒരവസ്ഥ, ഒരു ജനതയെ മുഴുവൻ ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന ഭരണകൂടമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണകൂടം സംഭവിച്ചിരിക്കും. നമ്മളെ BJP മുന്നോട്ട് വെക്കുന്ന ഈ വികസന രേഖയിൽ ഈ ഉറവിട മാലിന്യ സംസ്കരണമാണോ അല്ലെങ്കിൽ ഒരു വികേന്ദ്രിതമായിട്ടുള്ള മാലിന്യ സംസ്കരണമാണോ, എന്താണ് നമ്മളൊരു വിഷൻ മുന്നോട്ട് വെക്കുന്നത്? അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM നേതൃത്വത്തിൽ പരീക്ഷിച്ച 3 രീതികളുണ്ട്. 3 പരാജയപ്പെട്ടിട്ടുണ്ട്. ശിവൻകുട്ടി, ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, അദ്ദേഹം മേയറായിരുന്ന സമയത്താണ് സെൻട്രലൈസ്ഡ് സിസ്റ്റം അവർ പരീക്ഷിച്ചത്. വിജയവാഡയിൽ വിളപ്പിൽശാലയിൽ നിന്ന് ഉൾപ്പെടെ ആൾക്കാരെ കൊണ്ടുപോയി ട്രെയിനിൽ ശിവൻകുട്ടി ഉൾപ്പെടെ മേയർ ഉൾപ്പെടെ പോയി പഠിച്ചിട്ട് അവിടെ വിജയകരമായി നടപ്പാക്കിയ ഒരു സിസ്റ്റം വിളപ്പിൽശാലയിൽ കൊണ്ടുവന്ന് നടപ്പാക്കിയപ്പോഴേക്കും പരാജയപ്പെട്ടു. സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിന്റെ പരാജയമല്ല, ഇവിടെ നടപ്പിലാക്കിയ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഭരണ സംവിധാനത്തിൻ്റെയും പരാജയമാണ്. അതിനുശേഷം ഒരു സെമി സെൻട്രലൈസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ സെമി ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് നമുക്ക് പറയാം. ചന്ദ്രിക എന്നിവരൊക്കെ മേയറായിരുന്നപ്പോഴേക്കും തുമ്പൂർ മൊഴി എന്ന് പറയും, ഒരു 5-6 വാർഡിലെ മാലിന്യം ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് അവിടെ വെച്ച് തന്നെ ഇനാക്കുലം ഫില്ല് ചെയ്ത്
അതും പൊളിഞ്ഞു. ഇപ്പോൾ പല 90 മൊഴി യൂണിറ്റുകളും പൂട്ടിയിട്ടിരിക്കുകയാണ്. പ്രശാന്ത് മേയറായിരുന്ന സമയത്താണ് ടോട്ടലി ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം കൊണ്ടുവന്ന് കിച്ചൺ ബിൻ അമ്പേ പരാജയമായിരുന്നു എന്ന് മാത്രമല്ല, കിച്ചൺ ബിൻ വാങ്ങിയതിൽ കോടിക്കണക്കിന് രൂപയുടെ ഭീകരമായ അഴിമതി. ഒരൊറ്റ വീട്ടിലും ഇപ്പൊ കിച്ചൺ ബിൻ പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യമാണ്. അപ്പൊ സാധനം ഉള്ളത് പോലും പലർക്കും അറിയില്ല. 60,000 കിച്ചൺ ബിൻ വാങ്ങി വിതരണം ചെയ്തിട്ട് ഇപ്പൊ 1000 കിച്ചൺ ബിന്നുകൾക്ക് കൊടുക്കാനുള്ള ഇനാക്കുല പോലും കോർപ്പറേഷൻ വാങ്ങുന്നില്ല. അപ്പോൾ കോർപ്പറേഷന്റെ കണക്കനുസരിച്ച് തന്നെ 59,000 കിച്ചൺ ബിന്നും പ്രവർത്തിക്കുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 3 സിസ്റ്റവും തിരുവനന്തപുരം കോർപ്പറേഷനിലെ CPM ഭരണകൂടം പരീക്ഷിച്ച് പരാജയപ്പെട്ട സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കാര്യമായിട്ട് ഇപ്പോൾ ഉറവിട മാലിന്യ സംസ്കരണത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നതെങ്കിലും അത് പൂർണ്ണമായിട്ടും വിജയിക്കും എന്നുള്ള ഒരു അഭിപ്രായം ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചതനുസരിച്ച് വ്യക്തിപരമായിട്ട് എനിക്കില്ല. കാരണം തിരുവനന്തപുരം തിരക്ക് പിടിച്ച നഗരമാണ്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ജോലി ഒക്കെ ചെയ്തിട്ട് 5 മണിക്കുള്ള ട്രെയിനിൽ എറണാകുളത്തേക്ക് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർ, രാത്രി ജോലി കഴിഞ്ഞ് തിരിച്ച് 5 മണിക്കുള്ള ട്രെയിനിൽ കയറി 10 മണിക്ക് വീട്ടിൽ വരുന്ന വീട്ടമ്മമാരുള്ള നഗരമാണ് തിരുവനന്തപുരം. ഞാൻ പലപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴേക്കും പച്ചക്കറി ബാഗിലിട്ട് കൊണ്ടുപോയിട്ട് പിറ്റേന്നേക്കുള്ള പച്ചക്കറി ട്രെയിനിൽ വച്ച് അതിനെ വൃത്തിയാക്കി അരിഞ്ഞ് കൊണ്ടുവരുന്ന വീട്ടമ്മമാർ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ കിച്ചൺ ബിൻ ഇനാക്കുലം ഫില്ല് ചെയ്ത് അതിനെ അതിൽ വളമാക്കി വീടിൻ്റെ തൊട്ട് മുമ്പത്തുള്ള പച്ചക്കറി തോട്ടത്തിൽ ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം പ്രായോഗികമാണ് എന്ന് തോന്നുന്നില്ല. ഒരു 10-16 ലക്ഷം പേർ ഉള്ള ഒരു നഗരമാണ് തിരുവനന്തപുരം. അപ്പോൾ നമ്മൾ വളരെ സജീവമായി ചർച്ച ചെയ്ത് ഒരുപക്ഷെ ഒരു സെമി ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലോട്ടൊക്കെ നമുക്ക് പോകേണ്ടി വരും. ഒരു ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്തായാലും ഇൻഡോറിൽ 4-5 വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ടാകുമ്പോൾ ഒരു 10-20-25 ടണ്ണേ വരുള്ളൂ. അതിനെ കോർപ്പറേഷന്റെ ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലം കണ്ടുപിടിച്ചുകൊണ്ട് ഇൻഡോറിൽ നടപ്പിലാക്കിയ ടെക്നോളജി കൂടുതൽ സുരക്ഷിതമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. 2-3-5 വാർഡ് ആദ്യം പരീക്ഷിച്ച് നോക്കിയിട്ട് അപ്പോൾ ആ രീതിയിൽ വിശദമായ ഒരു ചർച്ച നടത്തിയാൽ ഒരു പ്രശ്നമില്ല. ഇതിനേക്കാൾ സ്ഥലം കുറഞ്ഞ, ഇതിനേക്കാൾ പോപ്പുലേഷൻ കൂടുതലുള്ള സിറ്റികളിലൊക്കെ തന്നെ മനോഹരമായി നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പം നരഹരി IAS ഇൻഡോറിൽ അദ്ദേഹമാണ് ഈ പദ്ധതി അവിടെ നടപ്പിലാക്കി വിജയിപ്പിച്ചത്. അത്തരത്തിലുള്ള വിദഗ്ധന്മാരുമായി ഭരണ നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും ഈ ചർച്ചകൾക്ക് കോർഡിനേറ്റ് ചെയ്യുകയും എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുത്തുകൊണ്ട് ഇപ്പം നമ്മളൊരു ആശയം പറഞ്ഞിട്ട് അത് അടിച്ചേൽപ്പിക്കുകയല്ല, മറിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ ശേഷിയുള്ളവരുമായി ചർച്ച ചെയ്യണം. അവരുടെ എക്സ്പീരിയൻസും ഏതെങ്കിലും പ്രദേശത്ത് നടപ്പിലാക്കി വിജയിച്ച മാതൃകകൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വളരെ മനോഹരമായി നടപ്പിലാക്കാമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. ഇപ്പം നമ്മൾ ഈ മാലിന്യ സംസ്കരണം പറഞ്ഞു, മറ്റ് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് കുടിവെള്ള പ്രശ്നം എന്ന് പറയുന്നത്. അതിന് നമ്മുടെ കയ്യിൽ എന്താണ് സൊല്യൂഷൻ? അതായത് സംസ്ഥാന സർക്കാരാണ് കുടിവെള്ള പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വാട്ടർ അതോറിറ്റിയൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിലുള്ളതാണ്. പക്ഷേ ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കൂടി കണ്ടെത്തണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. തിരുവനന്തപുരം പോലുള്ള തലസ്ഥാന നഗരം പോലുള്ള സ്ഥലങ്ങളിൽ ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏതു സമയവും കുടിവെള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറും വെള്ളം എത്തിക്കുവാൻ സുസജ്ജമായി ടാങ്കറുകൾ കോർപ്പറേഷൻ്റെ ഓണർഷിപ്പിൽ തന്നെ 24 മണിക്കൂറും ജനങ്ങൾ വിളിച്ചാൽ കിട്ടുന്ന തരത്തിലുള്ള അടിയന്തര സർവീസ് എന്നുള്ള നിലയ്ക്ക് വാട്ടർ ടാങ്കറുകളും അതിൻ്റെ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കണം. തിരുവനന്തപുരം പോലുള്ള നഗരത്തിൽ ഉണ്ടാകണമെന്നുള്ള അഭിപ്രായമുണ്ട് എനിക്ക്. മറ്റൊരു വലിയ പ്രശ്നമാണ് ഈ തെരുവുനായ ശല്യം. നമ്മൾ അതിനൊരു പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഓരോ കാര്യത്തിലും ഇപ്പോൾ അർജുൻ ചോദിക്കുന്നത് പോലെ തെരുവുനായ ശല്യത്തിന് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കോർപ്പറേഷൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കും കോർപ്പറേഷന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാനും കൃത്യമായ പദ്ധതികൾ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനോടും മുതിർന്ന നേതാക്കന്മാരോടും കൗൺസിലർമാർ ഉൾപ്പെടെ ഇരുന്ന് മാസങ്ങളോളം ചർച്ച ചെയ്ത് ആ പ്ലാനുമായിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ തെരുവുനായ്ക്കളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും തെരുവുനായ്ക്കളെ നമ്മൾ നിരത്തിൽ നിന്ന് മാറ്റിയേ മതിയാവുകയുള്ളൂ. നായ്ക്കളുടെ ജീവന് പ്രാധാന്യമുള്ളതുപോലെയോ അതിനേക്കാൾ പ്രാധാന്യം തന്നെയാണ് മനുഷ്യൻ്റെ ജീവനുള്ളത്. ഞങ്ങളുടെ മുന്നിലുള്ള പദ്ധതി കോർപ്പറേഷൻ പല സ്ഥലങ്ങളിലും സ്ഥലം ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഇപ്പോൾ 2 ഏക്കറുണ്ട്, 5 ഏക്കറുണ്ട്, 8 ഏക്കറൊക്കെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഇത് പലതും ഫെൻസിങ് പോലും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നാട്ടുകാർ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ സെൻറ്റിന് വിലയുള്ള സ്ഥലത്ത് നാട്ടുകാർ ഇപ്പോൾ കയ്യേറി തട്ടുകടയൊക്കെ വെച്ചിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ തന്നെ, ഈ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടെത്തി നല്ല ഷെൽട്ടറുകൾ ഉണ്ടാക്കി, കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടൊക്കെ ഉണ്ട്, ഷെൽട്ടർ ഉണ്ടാക്കി ഒരു 300 നായ മുതൽ 500 നായ വരെയൊക്കെ ഒരു ഷെൽട്ടർ അടയ്ക്കുക. വന്ധ്യംകരണം നടത്തിയതിന് ശേഷം ആ നായ്ക്കളെ പ്രത്യേകം പെൺനായ്ക്കളെ പ്രത്യേകം പാർപ്പിച്ചുകൊണ്ട് ഷെൽട്ടറിൽ അടയ്ക്കുക. അതൊക്കെ കൃത്യമായിട്ട് ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുക, ക്യാമറ ഫിറ്റ് ചെയ്യുക, ഭക്ഷണം കൊടുക്കുക. അങ്ങനെ നടത്തിയാൽ 4-5 വർഷം കൊണ്ട് സ്വാഭാവികമായി തന്നെ അവ വംശനാശം സംഭവിക്കും. ഇതിനെക്കുറിച്ച് കൃത്യമായ പ്ലാനുണ്ട്. ഞങ്ങളുടെ അധികാരത്തിൽ വന്നാൽ 1 വർഷത്തിനകം മുഴുവൻ തെരുവുനായ്ക്കളെ ഞങ്ങൾ ഷെൽട്ടറിൽ അടയ്ക്കും. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. തിരുവനന്തപുരത്ത് ഒട്ടേറെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളതാണ്. പക്ഷേ എങ്കിലും തിരുവനന്തപുരത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ തൊട്ട് അപ്പുറത്തുള്ള
സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. നമുക്ക് പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇക്കാര്യങ്ങളിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇടപെടാൻ പരിമിതികളുണ്ട്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒന്ന് സ്കൂളുകളുടെ കാര്യത്തിൽ, കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള സ്കൂളുകളുടെ കാര്യത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഇടപെടാൻ സാധിക്കും. അത് ആ വിഷയം പഠിക്കേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഫണ്ടുകൾ അനുവദിപ്പിക്കാൻ പറ്റുമോ എന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അങ്കണവാടികളുടെ കാര്യത്തിൽ സജീവമായിട്ട് നമുക്ക് ഇടാൻ പറ്റും. സ്മാർട്ട് അങ്കണവാടികൾ കൊണ്ടുവരാം. അതോടൊപ്പം തന്നെ ചെറിയ കുട്ടികൾക്ക് തുടക്കം മുതൽ തന്നെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുവാനും സാങ്കേതികപരമായ കാര്യങ്ങളിൽ അവരെ ഫെമിലിയർ ആക്കുവാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ, ആരോഗ്യകരമായ കാര്യങ്ങൾ, ഒരു ദേശീയ അന്തർദേശീയ നിലവാരമുള്ള വിദ്യാഭ്യാസം അങ്കണവാടി നിലവാരത്തിൽ തന്നെ അവർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് അതൊക്കെ കോർപ്പറേഷൻ ഇടപെടാൻ സാധിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും അത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് അവർക്ക് തുടരുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഹോസ്റ്റൽ സൗകര്യം, വൃത്തിയായ ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഒക്കെ ലഭിക്കുക. ഇപ്പോൾ പേയിങ് ഗസ്റ്റ് ഒരുപാട് പേര് ഹോസ്റ്റൽ നടത്തുന്നവരുണ്ട്. 5 സ്റ്റുഡൻസിനെ മുതൽ 50-100 പേര് വരെ താമസിപ്പിക്കുന്നവരുണ്ട്. അവരൊക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു കോർപ്പറേഷൻ ഏതൊക്കെ തരത്തിൽ സഹായിക്കാൻ സാധിക്കുമോ ആ രീതിയിലുള്ള ഇടപെടൽ, പിന്നെ നമ്മുടെ ഹോട്ടലുകളിൽ നല്ല ഭക്ഷണം, ന്യായമായ നിരക്കിൽ നല്ല ഭക്ഷണം കിട്ടുവാനുള്ള ഇടപെടൽ, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കൂടുതൽ കാര്യങ്ങൾ. നമുക്ക് വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സ്പോർട്സ്. ഈ സ്പോർട്സ് എന്ന് പറയുന്നതിനും ഇവിടെ നമുക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഉണ്ട്, സ്പോർട്സ് ജീവിരാജ സ്കൂളുണ്ട്, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പം അതിനകത്ത് നമ്മുടെ ഇൻപുട്ട് എന്ത് കൊടുക്കാൻ പറ്റും? അല്ല, സ്പോർട്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, ഞങ്ങൾ 5 വർഷം ഭരണം പൂർത്തിയാക്കി അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴേക്കും തിരുവനന്തപുരം ഇന്ത്യയിൽ തന്നെ വളരെ ശക്തമായി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കായിക നഗരമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഞങ്ങളൊക്കെ ഈ തീരദേശ മേഖലയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ യാത്ര ചെയ്യുമ്പോഴേക്കും വളരെ കഴിവുള്ള കുട്ടികളും ചെറുപ്പക്കാരുമാണ് കായിക മേഖലയുള്ളത്. പക്ഷേ പലപ്പോഴും സ്കൂളിൽ നിന്ന് വന്നിട്ട് ഉച്ചഭക്ഷണം കഴിക്കാതെ, സ്കൂളിൽ നിന്ന് വന്നിട്ട് വൈകുന്നേരവും ഭക്ഷണം കഴിക്കാനില്ലാതെയാണ് ഈ പലരും പ്രാക്ടീസിനൊക്കെ പോകുന്നത്. അവർക്ക് നല്ല ബോളില്ല, ബൂട്ടില്ല, ജേഴ്സി ഇല്ല, നല്ല കോച്ചില്ല, ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ ബാറ്റില്ല, ഒരാൾ ഉപയോഗിച്ച ഗ്ലൗ ഒക്കെ തന്നെയാണ് പലരും മാറി മാറി ഉപയോഗിക്കുന്നത്, പാഡില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഉണ്ടാകുന്ന അവരുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കുവാൻ ആവശ്യമായുള്ള മെക്കാനിസം ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് സെൻട്രൽ മിനിസ്ട്രിക്ക് സ്പോർട്സുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് നമുക്ക് ലഭ്യമാക്കുവാൻ സാധിക്കും. അത് നമ്മുടെ സ്കൂളുകളിലും സ്പോർട്സ് ക്ലബ്ബുകളിലും അതോടൊപ്പം തന്നെ മറ്റ് എവിടെയൊക്കെയാണോ കായിക പ്രേമികൾ ഉള്ളത്, ഇപ്പോൾ ഫുട്ബോൾ ക്ലബ്ബുകളിലൊക്കെ തന്നെ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് വിതരണം ചെയ്ത് നല്ല കോച്ചിനെയൊക്കെ ഏർപ്പെടുത്തി നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഒരുപാട് മുന്നേറ്റം നടത്താൻ വേണ്ടി സാധിക്കും. നമ്മൾ 2036 ഗെയിംസ് ഇവിടെ ഒളിമ്പിക്സ് വരുന്ന ഘട്ടത്തിലേക്ക് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഉള്ളവരുടെ ലക്ഷ്യമാണ് 2036 ഒളിമ്പിക്സിൻ്റെ ഒരു വെന്യൂ തിരുവനന്തപുരത്താക്കണം. ഇപ്പോൾ നമുക്ക് ഗ്രീൻഫീൽഡ് ഉണ്ട്, ക്രിക്കറ്റ് നമുക്ക് ആവശ്യപ്പെടാം. അപ്പോൾ ഈ 2036 വരെ ഒളിമ്പിക്സിൻ്റെ തയ്യാറെടുപ്പിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് അനുവദിക്കുന്ന സഹായങ്ങൾ, സാമ്പത്തിക സഹായം ഉൾപ്പെടെ ഉള്ളവ നമ്മുടെ തിരുവനന്തപുരത്ത് സ്പോർട്സ് മേഖല വളർത്താൻ വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുത്താം. അങ്ങനെ ചെറുപ്പക്കാർ, ഇപ്പോൾ 12 വയസ്സ് ഒക്കെ ആയിട്ടുള്ള കുട്ടികളായിരിക്കും ആ സമയത്ത്, ഒരു 18 വയസ്സ് കഴിഞ്ഞ് ഒരു 22-25 വയസ്സ് വരെയാണ് അതിൽ പങ്കെടുക്കേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ 12 വയസ്സുകാരനെ കണ്ടെത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു 12 വയസ്സുകാരെ കണ്ടെത്തിക്കൊണ്ട്, അവരുടെ ടാലൻറ്റ് കണ്ടെത്തിക്കൊണ്ട് ഇപ്പോൾ തന്നെ ആ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. അങ്ങനെ 10 വർഷം പ്രോത്സാഹിപ്പിക്കുമ്പോൾ ആയിരക്കണക്കിന് കായിക താരങ്ങൾ തിരുവനന്തപുരത്ത് ഡെവലപ്പായി വരും. അതിന് കോർപ്പറേഷൻ മുൻകൈ എടുത്താൽ അതിലപ്പുറം ഒരു യുവതലമുറയ്ക്കും ഒരു ജനതയ്ക്കും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ എന്താണ് സംഭാവന ചെയ്യാൻ സാധിക്കുന്നത്, അതിന് ഞങ്ങൾ മുൻകൈ എടുക്കും. അതൊക്കെ എടുക്കുവാനുള്ള ആവേശത്തോടെയും കരുത്തോടെയുമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. ഈ സ്പോർട്സ് ഒരു ലഹരിയായി കഴിഞ്ഞാൽ മറ്റു ലഹരികൾ ഉപേക്ഷിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ലഹരി ഉപയോഗം തടയണമെന്ന് പറയുമ്പോഴേക്കും ഓൾട്ടർനേറ്റീവ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ മറ്റ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ലഹരി കണ്ടെത്തിയാൽ, ഇപ്പോൾ വായനയിൽ ലഹരി കണ്ടെത്തിയാൽ, പാട്ടിൽ ലഹരി കണ്ടെത്തിയാൽ, സ്പോർട്സിൽ ലഹരി കണ്ടെത്തിയാൽ അവൻ്റെ ലഹരി അതായിട്ട് മാറും. അപ്പോൾ അവർക്ക് വെറുതെ ഇരുന്ന് ചിന്തിക്കുവാനും ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടിൽപ്പെട്ട് ലഹരി മാഫിയയിലെ പിടിയിലകപ്പെടുവാനും സമയം കൊടുക്കുന്നതിന് മുമ്പ് അവൻ്റെ മനസ്സും ചിന്തയും ബുദ്ധിയും വളർന്നു വരുന്ന സമയത്ത് തന്നെ അവൻ്റെ എനർജി നമ്മൾ മറ്റൊരു മേഖലയിൽ തിരിച്ചുവിടുകയാണ്. ഇതിനൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യാൻ സാധിച്ചാൽ സ്വാഭാവികമായിട്ട് സമൂഹം ഒന്നിറങ്ങും നമ്മളോടൊപ്പം നിൽക്കും. അതിലൂടെ നമുക്ക് വളരെ വലിയൊരു കായിക മുന്നേറ്റം സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ സ്പോർട്സ് കഴിഞ്ഞ് നേരെ നമ്മൾ ആർട്സ് മേഖലയിലേക്ക് വരുവാണെങ്കിൽ തിരുവനന്തപുരത്ത് എല്ലാ ഡിസംബറിൽ നടക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ IFFK, അതേപോലെ തന്നെ ഒട്ടേറെ സിനിമാ താരങ്ങളെ സമ്മാനിച്ച ഒരു മണ്ണാണ് തിരുവനന്തപുരം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള. പക്ഷേ ഒരു സിനിമ ഹബ്ബായി മാറിയിരുന്ന തിരുവനന്തപുരം അതിപ്പം നേരെ മാറി കൊച്ചിയിലേക്കും മറ്റ് പല സ്ഥലങ്ങളിലേക്കും പോയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ IFFKനെ
അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സിനിമ ഹബിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള എന്തെങ്കിലും നമുക്ക് ചെയ്യാം? തീർച്ചയായും അതൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ മനുഷ്യൻ നാട്ടിലിറങ്ങിയാൽ ഓടിച്ചിട്ട് തെരുവുനായി കടിക്കുന്ന ഒരു നഗരത്തിൽ ആരും ഷൂട്ടിങ്ങിന് വരില്ല, ആരും ഒരു വിനോദസഞ്ചാരി ഇവിടെ വരികയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ തന്നെ മാറിപ്പോയത്, അകന്നു പോയത് എന്നുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവയൊക്കെ തന്നെ തിരിച്ചു കൊണ്ടുവരുവാനും അവയൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഇനിഷ്യൽ സ്റ്റെപ്പ് ഞങ്ങൾ എടുക്കും. അതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ താങ്കൾ IFFK കുറിച്ച് പറഞ്ഞു. ഞങ്ങളുടെ അനൗദ്യോഗിക അനൗപചാരിക ചർച്ചകൾ ഉരുത്തിരിഞ്ഞു എന്നൊരു ആശയമാണ്, സാധിക്കുമെങ്കിൽ എല്ലാ വർഷത്തിലും 10 ദിവസം, ഇപ്പോൾ ഫ്ലവർ ഷോയ്ക്ക് വേണ്ടി 10 ദിവസം മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ഒരാഴ്ച മാറ്റി വയ്ക്കുക. കൾച്ചറൽ ഫെസ്റ്റ്, കോർപ്പറേഷനിലുള്ള മുഴുവൻ റെസിഡൻസ് അസോസിയേഷനെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സാംസ്കാരികോത്സവം 10 ദിവസത്തിൽ, ഒരു വർഷത്തിൽ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം വയ്ക്കുക. സ്പോർട്സ്, തിരുവനന്തപുരത്തുള്ള എല്ലാ പേർക്കും അവരുടെ കായിക മേഖലയിൽ മാറ്റിവയ്ക്കുവാനുള്ള ഒരു അവസരം 10 ദിവസമോ 7 ദിവസമോ സ്പോർട്സിന് വേണ്ടി മാറ്റി വയ്ക്കുക. ഒരു 7 ദിവസം ഇപ്പോൾ ദുബായ് ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ പോലെ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ആ മേഖലയിലേക്ക് ആഴത്തിൽ ഇറങ്ങാൻ സാധിക്കും. അപ്പോൾ പലതരം ടേസ്റ്റുള്ള ആൾക്കാർ തിരുവനന്തപുരം ഫുഡ് ഫെസ്റ്റിവൽ നമുക്ക് കണ്ടസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നാടകോത്സവം നടത്താം നമുക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ മേഖലയിലേക്കും കടന്നു ചെന്നുകൊണ്ട് വർഷത്തിലൊരു 7-10 ദിവസമൊക്കെ തന്നെ ഇതിനൊക്കെ തന്നെ പലതിനും കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ ആയാലും അതോടൊപ്പം തന്നെ പിന്നെ സ്പോർട്സ് മിനിസ്ട്രിയുടെ ആയാലും ഒക്കെ തന്നെ ഫണ്ട് അവൈലബിൾ ആണ്. കൾച്ചറൽ മിനിസ്ട്രിയുടെ ഒക്കെ ഫണ്ട് അവൈലബിൾ ആണ്. ആ ഫണ്ടുമൊക്കെ നമുക്ക് ശേഖരിച്ചുകൊണ്ട് ഇക്കാര്യങ്ങൾ നടത്തിയാൽ ചലനാത്മകമായ ഒരു പഠനം, കുറേ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും കൂടിയിരുന്ന് ഭരണം മുന്നോട്ട് നയിക്കുന്ന ഒരു കോർപ്പറേഷൻ അല്ല ഞങ്ങളുടെ സ്വപ്നം. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻ എനർജി, ആ റിസോഴ്സ് ധാരാളമുണ്ട്. ഇപ്പോൾ റിട്ടയർഡായ നിരവധി ഉദ്യോഗസ്ഥർ, ഒരുപാട് എക്സ്പീരിയൻസ് അവർക്കുണ്ട്. അതെ, നമ്മളെ മാനവീയം വീതിയൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം. അവരൊക്കെ തന്നെ അവരുടെ എനർജി, നമ്മൾ മാനവീയം വീതി പറയുന്ന സമയത്ത് അവിടെ നമ്മളൊരു നേരത്തെ കോർപ്പറേഷൻ സർക്കാർ അവിടെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ട് ഫ്ലോപ്പായി പോയി. നമുക്ക് കോർപ്പറേഷനിൽ ഭരണം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ സൂചിപ്പിച്ചത് നമുക്ക് ഒരുപാട് പേർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അവരുടെയൊക്കെ തന്നെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട് വളരെ ചലനാത്മകമായ ഒരു നഗരം, അപ്പോൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നഗരത്തെ നയിക്കുക. കൃത്യമായിട്ട് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നടത്തുമ്പോൾ തന്നെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ, തിരുവനന്തപുരത്ത് ലഭിക്കാൻ സാധിക്കുന്ന കോൺട്രിബ്യൂഷൻ മുഴുവൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നേറുക. ഇപ്പോൾ കൾച്ചറൽ ഫെസ്റ്റ്, ബുക്ക് ഫെസ്റ്റിവൽ, ഫ്ലവർ ഷോ, അങ്ങനെ ഫുഡ് ഫെസ്റ്റിവൽ, ഇതൊക്കെ കോർപ്പറേഷൻ മുൻകൈ എടുത്തുകൊണ്ട് നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ മേഖലയിലുള്ളവരൊക്കെ തന്നെ ഈ ഭരണത്തിൻ്റെ ഭാഗമാകും. അത്തരത്തിലുള്ള സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സിറ്റിക്ക് ഏറ്റവും മികച്ചതാൻ സാധിക്കും. ചേട്ടാ, ഞാൻ ചോദിച്ച ചോദ്യങ്ങളല്ലാതെ നമുക്ക് മറ്റെന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയാസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു ചർച്ചയിൽ ഉൾത്തിരുന്ന ഒരു ആശയമാണ്, കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഏറ്റവും പ്രൊമോട്ട് ചെയ്യുന്ന യോഗ പ്രാക്ടീസാണ്. ഒരു ആരോഗ്യമുള്ള ഒരു തലമുറയും രാഷ്ട്രത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടി തീർച്ചയായിട്ടും യോഗ അഭ്യാസത്തിലൂടെ നമുക്ക് യോഗ പ്രാക്ടീസിലൂടെ സാധിക്കും. എന്തുകൊണ്ട് നമ്മുടെ 101 വാർഡിലും ഒരു യോഗ ടീച്ചറെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് സൗജന്യമായി കോർപ്പറേഷൻ്റെ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആഴ്ചയിൽ 3-4 ദിവസം യോഗ ട്രെയിനിങ് കൊടുക്കുന്നു സൗജന്യമായി. അവിടെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് യോഗ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നു. ഒരു 100-150 പേരെ നമുക്ക് പരിശീലിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ പരിശീലിപ്പിച്ചാൽ തന്നെ 100 വാർഡിലും കൂടെ അവർ 15,000-20,000 പേര് യോഗ പരിശീലിക്കുന്നവർ തിരുവനന്തപുരത്തുണ്ടാവും. ഒരു 6 മാസം 1 വർഷം പരിശീലിച്ച് കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ചെയ്യാം, അവർക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാം. അപ്പോൾ ആരോഗ്യമുള്ള ഒരു തലമുറ, ഒരു കൾച്ചറും നമുക്ക് യോഗ പ്രാക്ടീസിലൂടെ ഡെവലപ്പ്. ഇതിന് കോർപ്പറേഷൻ മുൻകൈ എടുക്കുക. ഇതിനെ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് സമീപിച്ചാൽ ഒരു പക്ഷേ നമുക്ക് അതിനാവശ്യമുള്ള ഫണ്ട് കിട്ടിയേക്കും. ഇതൊരു പുതിയ മേഖലയിലേക്ക് നമ്മൾ കാൽവയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ എൻ്റെ കൊടുങ്ങാലൂർ വാർഡിൽ വനിതാ സംഗമമൊക്കെ നടത്തിയപ്പോഴേക്കും വന്ന ഒരാശയം, ചില വീട്ടമ്മമാർ പറഞ്ഞതാണ്, ഞങ്ങൾക്കൊരു ജോലിയുമില്ല, ഞങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അവർക്ക് പക്ഷേ ഒരുപാട് ദൂരെ പോയിട്ട് പണം മുടക്കി അവർക്ക് ജോലിക്ക് പോകാനുള്ള പരിമിതികളുണ്ട്. പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളിൽ ഞാൻ കേട്ടിട്ടുള്ളത്, പല ഇപ്പം കളിപ്പാട്ട നിർമ്മാണം അല്ലെങ്കിൽ നമ്മളെ മൊബൈൽ ഫോണിൻ്റെ ചില കമ്പോണൻസ് ഇത് നിർമ്മിക്കുന്നത് വീടുകളിലാണ്. അപ്പോൾ ആ ഭാഗം ചെയ്യാൻ മാത്രമേ അവർക്കറിയാവുള്ളൂ. അതിനുള്ള ട്രെയിനിങ് കൊടുത്ത് റോ മെറ്റീരിയലും കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ എനർജി ഉപയോഗിച്ച് അത് നിർമ്മിച്ചു തരും. നമ്മൾ അവർക്കൊരു ലേബർ കൊടുത്തു. അപ്പോൾ 3,000 മുതൽ 5,000 രൂപ വരെ, ഞാൻ ചുരുങ്ങിയ എമൗണ്ടാണ് പറയുന്നത്, ഒരു വീട്ടമ്മയ്ക്ക് സ്വന്തം വീട്ടിലിരുന്നുകൊണ്ട് സമ്പാദിക്കാൻ സാധിക്കുന്ന യൂണിറ്റുകൾക്ക് കോർപ്പറേഷൻ മുൻകൈ എടുത്താൽ സ്വാഭാവികമായിട്ടും ആയിരക്കണക്കിന് വീട്ടമ്മമാർക്ക് അതൊരു ആശ്വാസമായിട്ട് മാറും. നരേന്ദ്രമോദി ഒരിക്കൽ പറഞ്ഞു, ഓരോ വീടും ഓരോ ഫാക്ടറി ആയിട്ട് മാറണം. ഓരോ വീടും ഓരോ ഫാക്ടറി ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ നമ്മുടെ സമ്പദ്ഘടന മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇവർക്ക് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നതും അതിൻ്റെ മൂലധനം മുടക്കുന്നതും ഇതിൻ്റെ മാർക്കറ്റ് ചെയ്യുന്ന ഭാഗം, അതിൻ്റെയും റിസ്ക് കോർപ്പറേഷൻ ഏറ്റെടുക്കണം. നമുക്ക് ആ മെക്കാനിസത്തിലൂടെ അത് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കരകൗശല വസ്തുക്കൾ ഒരു വീട്ടിൽ നിർമ്മിക്കുന്നു. കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിൻ്റെ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നു, റോ മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നു, മാർക്കറ്റിംഗ് ചെയ്യുന്നു.
അവരുടെ എനർജി ഉപയോഗിച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ വീട്ടിൽ നിന്ന് നിർമ്മിച്ചു തന്നാൽ മാത്രം മതി. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കിട്ടുന്ന പ്രോഫിറ്റിൽ ഒരു വിഹിതം അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ നല്ലൊരു ഹോംവർക്ക് നടത്തി നല്ല ഉദ്യോഗസ്ഥരുടെയൊക്കെ നേതൃത്വത്തിൽ നല്ല രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള നിരവധി പദ്ധതി ആയിരക്കണക്കിന് ആൾക്കാർക്ക് അതൊരു അനുഗ്രഹമായി മാറും. അങ്ങനെ എല്ലാവരെയും കോർപ്പറേഷൻ്റെ ഭരണത്തിൻ്റെ പങ്കാളിയാക്കാൻ സാധിക്കും. അല്ല, മുമ്പ് ഇതൊക്കെ ഗുജറാത്തിലും അതേപോലത്തെ സംസ്ഥാനങ്ങളിലൊക്കെ എന്താ പറയുക, ഭൂകമ്പം വന്ന് തകർന്നു പോയ ഒരു സംസ്ഥാനത്തെ എങ്ങനെയാണോ പുനരുദ്ധരിച്ചത് അതേ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന തീർച്ചയായിട്ടും. ഇപ്പം നരേന്ദ്രമോദി മൻ കി ബാത്ത്, എനിക്ക് മൻ കി ബാത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ ആശയം വന്നത്. മൻ കി ബാത്തിൽ അദ്ദേഹം സംസാരിക്കുമ്പോഴേക്കും വലിയൊരു ശതമാനം സമയം അദ്ദേഹം പ്രയോജനപ്പെടുത്തുന്നത് ഈ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ ആ പ്രദേശത്ത് മാത്രം നടക്കുന്ന ഒരു കരകൗശല ഉൽപ്പാദനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഒരു ടൂറിസത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇത് പറയുന്നത് നമ്മൾ കേട്ട് അതങ്ങ് മറക്കാനല്ല, മറിച്ച് നമുക്ക് മറ്റെവിടെയെങ്കിലും ഇത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മുന്നേറ്റത്തിന്, ആ ജനതയുടെ മുന്നേറ്റത്തിന് അതൊരു മുതൽക്കൂട്ടാകാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആശയങ്ങൾ ഒരു കോർപ്പറേഷൻ തണലായിട്ട് നിൽക്കാൻ, നെടുന്തൂണായിട്ട് നിൽക്കാനുണ്ടെങ്കിൽ ഇതുമായിട്ട് സഹകരിക്കാൻ നൂറുകണക്കിന് വീട്ടമ്മമാർ, ആയിരക്കണക്കിന് വീട്ടമ്മമാരും ഒക്കെ തയ്യാറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോർപ്പറേഷൻ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു, ജനങ്ങൾ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെടുന്നു. ചേട്ടാ, എത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? ഞങ്ങൾക്കാണ് ഏറ്റവും ആത്മവിശ്വാസം. കാരണം ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക്, ജനാധിപത്യത്തെ തിരുത്തൽ ശക്തിയാണ് പ്രതിപക്ഷം. ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ഉത്തരവാദിത്വത്തോടെ കഴിഞ്ഞ 5 വർഷവും രാവിലെ പകലാക്കി അധ്വാനിച്ച് പ്രതിപക്ഷത്തിൻ്റെ റോള് നിർവഹിച്ച ശേഷമാണ് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നത്. കോൺഗ്രസ് ചെയ്തതുപോലെ പ്രതിപക്ഷ സ്ഥാനം കിട്ടിയപ്പോഴേക്കും ഞങ്ങൾ കിടന്നുറങ്ങുകയായിരുന്നില്ല. ഞങ്ങൾ CPM-ൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ട് അവരുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയായിരുന്നില്ല. മറിച്ച് ഞങ്ങൾ കഴിഞ്ഞ 5 വർഷവും ഒരുപക്ഷെ വീട്ടിൽ കിടന്നുറങ്ങിയതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ പോലീസ് ക്യാമ്പുകളിലായിരുന്നു, ജയിലറകളിലായിരുന്നു, ആശുപത്രികളിലായിരുന്നു. ഞങ്ങൾ കോർപ്പറേഷൻ ഓഫീസിനുള്ളിൽ ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത് ന്യൂസ് പേപ്പർ വിരിച്ച് തറയിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടാണ് 20 സ്ത്രീകളും 15 പുരുഷന്മാരും അടങ്ങുന്ന BJP-യുടെ പ്രതിപക്ഷ നിര കഴിഞ്ഞ 5 വർഷം മുന്നോട്ട് പോയത്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ക്രിമിനൽ കേസുകൾ ഞങ്ങൾക്കെതിരെ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വനിതകൾ ഉൾപ്പെടെ നിരവധി പേർ ജയിലിലായിട്ടുണ്ട്. നിരവധി പേർക്ക് ലാത്തി ചാർജും മർദ്ദനവും ഏറ്റിട്ടുണ്ട്. അങ്ങനെ സമാനതകളില്ലാത്ത പീഡനങ്ങൾ നേരിട്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി 5 വർഷവും പോരാടിയിട്ടാണ്. ഞങ്ങൾ ഇടപെടാത്ത ഒരു അഴിമതി വിഷയവുമില്ല. എല്ലാ അഴിമതി വിഷയത്തിലും ഞങ്ങൾ ഇടപെട്ട് സമരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം സമരം ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത് വിഷയങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ശേഷമാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മറ്റൊരു പോയിന്റ് കൂടി ഞാൻ പറയാം. 1940-ലാണ് തിരുവനന്തപുരം കോർപ്പറേഷനായി മാറുന്നത്, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കോർപ്പറേഷനായി മാറുന്നത്. ഇതിനുശേഷം നടക്കുന്ന നിരവധി തെരഞ്ഞെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഇപ്പോഴാണല്ലോ. ഇപ്പോൾ UDF തന്നെ വളരെ നേരത്തെ അവരുടെ ഒരു മുൻ MLA രംഗത്തിറക്കുന്നു. LDF-ൻ്റെ ഒരു മുൻ MP മേയർ സ്ഥാനാർത്ഥിയാവുന്നുള്ള വാർത്ത വരുന്നു. BJP-യുടെ ഒരു മുൻ കേന്ദ്രമന്ത്രി മേയർ സ്ഥാനാർത്ഥി അയക്കുമെന്നുള്ള വാർത്തകൾ മാധ്യമങ്ങൾ കൊടുക്കുന്നു. അതിൽ ചിലത് വസ്തുതയുണ്ട്, ചിലത് വസ്തുതയില്ല. പക്ഷേ ഇത്രത്തോളം പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിന് കൈവരുന്നത് 1940-ലുണ്ടായ കോർപ്പറേഷൻ ഇപ്പോഴാണ്. എന്തുകൊണ്ടാണ് ആ പ്രാധാന്യം കൈവന്നിരിക്കുന്നത്? ആ പ്രാധാന്യം കൈവന്നിരിക്കുന്നതിന് പിന്നിൽ മറ്റൊരു കാര്യവുമില്ല. കഴിഞ്ഞ 5 വർഷവും ഞങ്ങൾ ഉറങ്ങാതെ, നഗരം ഉറങ്ങുമ്പോൾ നഗരത്തിലുള്ളവർക്ക് വേണ്ടി ഉറങ്ങാതെ ഞങ്ങൾ നടത്തിയ സമരവും ഞങ്ങൾ നടത്തിയ കാവലുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ BJP ഏറ്റെടുത്ത് കൊണ്ടുവന്ന വിഷയങ്ങളാണ് ഈ കോർപ്പറേഷനെ ചലനാത്മകമായത്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷമായിട്ട് 5 വർഷം പ്രവർത്തിച്ചതിന് ശേഷം ആ പ്രതിപക്ഷ നേതാക്കന്മാർ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവർ, സമരം ചെയ്തവർ, പോരാടിയവർ, ജനങ്ങൾ അംഗീകരിച്ചവർ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിട്ട് കൃത്യമായിട്ടൊരു വിഷൻ മുന്നിൽ വെച്ചുകൊണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി 45 ദിവസത്തിനകം ഇന്ത്യൻ പ്രധാനമന്ത്രി, ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഒരു പ്രധാനമന്ത്രി തന്നെ ഒരു സ്റ്റേറ്റ്, ഒരു ക്യാപിറ്റലിനെ, ഒരു കോർപ്പറേഷനെ സെൻട്രൽ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് അതിന് മാർഗ്ഗനിർദ്ദേശം നൽകും എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ പ്രധാനമന്ത്രി തന്നെ മുൻപോട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായൊരു വിഷൻ ഡോക്യുമെന്റ് വെച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ ഓരോ നിമിഷവും ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. അതേപോലെ രാജേട്ടാ, കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുകയുണ്ടായി വീട്ടുപടിക്കൽ കോർപ്പറേഷന്റെ ഭരണം എത്തിക്കുമെന്ന്. എന്താണ് അതിലൂടെ ലക്ഷ്യമിടുന്നത്? അതായത് ദന്തഗോപുരങ്ങളിൽ ഇരുന്നു കൊണ്ട് ഭരണചക്രം തിരിക്കുന്ന ഭരണാധികാരികളല്ല BJP വിഭാവനം ചെയ്യുന്നത്. മറിച്ച് ഒരു നിശ്ചിത ഇടവേളയിൽ മേയറും ഡെപ്യൂട്ടി മേയറും അതുപോലെ തന്നെ ആ വാർഡിലെ കൗൺസിലറും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, സമയം അനുവദിക്കുമെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർ മാസത്തിൽ 2, 3, 4 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര വാർഡുകളിലേക്ക് നടത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അവിടെ വരും, അവരെ കേൾക്കുക, അവർക്ക് പരിഹരിക്കുവാൻ വേണ്ടിയുള്ള പ്രശ്നങ്ങൾ, അനാവശ്യ നൂലാമാലകൾ ഒഴിവാക്കി ഉദ്യോഗസ്ഥർ, സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവരുണ്ടെങ്കിൽ ആ ദിവസം തന്നെ അപ്പോൾ തന്നെ തീരുമാനമെടുക്കുക. അവരുടെ പരാതികളും എല്ലാ പ്രശ്നങ്ങളും അപ്പോൾ പരിഹരിക്കാൻ സാധിക്കണമെന്നില്ല. പക്ഷേ
പരിഹരിക്കാൻ സാധിക്കുന്നത് പരിഹരിക്കുക. ചില സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓടയുടെ വിഷയമായിരിക്കും, ചില സ്ഥലത്ത് ടാറ് വേണം. നമ്മൾ അപ്പം തന്നെ ആ വാർഡ് ഇരുന്നുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെ വിട്ട് വെരിഫൈ ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരത്തിന് മുമ്പ് തീരുമാനം എടുത്ത് കൊടുക്കാമെന്നേ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ CPM-ന്റെ 45 വർഷത്തെ ഭരണം ജനങ്ങൾ ഒരു ശത്രുതാ മനോഭാവത്തോടെ കോർപ്പറേഷനെ കാണുകയും കോർപ്പറേഷൻ ഒരു ശത്രുതാ മനോഭാവത്തോടെ അവർ ജനങ്ങളെ കാണുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കും. ഒരു ഭയപ്പാടോടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനോ ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനോ ഒന്ന് കരം അടയ്ക്കാനോ ആൾക്കാർ കടന്നു വരുന്നത്. അത് മാറ്റിയിട്ട് അങ്ങോട്ട് ചെല്ലുകയും അതോടൊപ്പം തന്നെ അവരുടെ പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിച്ച് വിശ്വാസ്യത നേടുകയും ചെയ്താൽ തീർച്ചയായിട്ടും സമൂഹം മുഴുവൻ കൂടുതൽ. അപ്പോൾ മേയറും ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ളവർ ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു ഭരണമാണ് നമ്മുടെ സംസ്ഥാന നേതൃത്വം വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചു നേരെ നമ്മുടെ കൊടുങ്ങല്ലൂർ വാർഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാം ഘട്ടം നമ്മളിപ്പം അവസാനത്തിലേക്ക് എത്തിയെന്ന് തോന്നുന്നല്ലേ? രണ്ടാം ഘട്ട പര്യടനം എങ്ങനെയാണ്? ആ രണ്ടാം ഘട്ടത്തിൽ വളരെ സജീവമായിട്ട് ചർച്ച, ഒരു സ്റ്റേറ്റ് തല ചർച്ച തന്നെ വന്നിട്ടുള്ള വിഷയമാണ് നമ്മുടെ വോട്ടർ സ്ലിപ്പ്. ഒരു ജെൻസി സ്ലിപ്പ് അല്ലേ? അത് എന്തായാലും അതിനകത്ത് ആ ലൊക്കേഷൻ കൊടുത്തത് ഗംഭീരമായി. അതായത് ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഒരു സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചാൽ അതിൻ്റെ മൂല്യം വർദ്ധിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ ജനകീയമാവുമ്പോഴാണ്, സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുമ്പോഴാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഇപ്പോൾ നമ്മുടെ പല യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ ഒരുപാട് പണം മുടക്കി, ജനങ്ങളുടെ പണം മുടക്കി റിസർച്ച് ചെയ്ത് പ്രബന്ധങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഈ പ്രബന്ധങ്ങളൊക്കെ തന്നെ പൊടിയടിച്ച് അലമാരയ്ക്കകത്തിരിക്കുന്നതായിട്ടാണ് പതിവ്. ഇപ്പം കാർഷിക കോളേജിലൊക്കെ തന്നെ നമ്മൾ മുടക്കുന്ന പണത്തിൻ്റെ മൂല്യത്തിനനുസരിച്ചുള്ള റിസർച്ചോ കണ്ടുപിടുത്തങ്ങൾ പുറത്തു വരുന്നുള്ള അഭിപ്രായം വ്യക്തിപരമായിട്ട് എനിക്കില്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നടത്തുന്ന റിസർച്ചുകളുടെ പ്രബന്ധങ്ങൾക്കനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് സൊസൈറ്റിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ള അഭിപ്രായം വ്യക്തിപരമായിട്ട് ഞാൻ ഇതുവരെ പഠിച്ചതില്ല. പക്ഷേ ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു ആശയം, ഈ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാങ്കേതിക വിദ്യ പരമാവധി സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രയോജനപ്പെടണം. ജനങ്ങൾക്ക് പ്രയോജനപ്പെടുമ്പോഴാണ് അതിൻ്റെ മൂല്യം വർദ്ധിക്കുന്നത് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അവിടുത്തെ കൊടുങ്ങല്ലൂർ വാർഡിലെ പാർട്ടി പ്രവർത്തകർ തീരുമാനമെടുത്തു. ഇപ്പോൾ QR കോഡ് വളരെ ജനകീയമായി കഴിഞ്ഞു. ഇതിനെ നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എങ്ങനെ ഉപയോഗപ്രദമാക്കാം. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പോളിംഗ് സ്റ്റേഷൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റുമ്പോൾ ചിലർ കഴിഞ്ഞ തവണ 5 കൊല്ലം മുമ്പ് വോട്ട് ചെയ്ത് അതേ പോളിംഗ് സ്റ്റേഷനിൽ അങ്ങ് ചെല്ലും, സ്ലിപ്പൊന്നും നോക്കില്ല. കാരണം ഇപ്പം ജോലി കഴിഞ്ഞിട്ടൊക്കെ ഓടി ചെല്ലുകയാണ് അവസാനം, അല്ലെങ്കിൽ രാവിലെ ബസ്സിന് കയറുന്നതിന് മുൻപ് വോട്ട് ചെയ്തിട്ട് വന്നു പോകും. അപ്പോൾ ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കുന്നത് പോളിംഗ് സ്റ്റേഷൻ ഇവിടെ അല്ലെന്ന്. അപ്പോൾ ഇവർ അടുത്ത സ്ഥലത്ത് എത്തുമ്പോൾ വൈകുന്നേരം അടുത്ത സ്ഥലത്ത് എത്തുമ്പോൾ ചിലപ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്യും, വോട്ട് ചെയ്യാൻ സാധിക്കാറില്ല. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു വഴിതെറ്റലിൻ്റെ ആവശ്യമില്ല, അവരുടെ സ്ലിപ്പിൽ തന്നെ ഒരു QR കോഡ് ഉണ്ട്. ആ പോളിംഗ് സ്റ്റേഷൻ്റെ പേര് നമ്മൾ അത് ടെക്നിക്കലി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ആ QR കോഡ് സ്കാൻ ചെയ്താൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് ആ ഗൂഗിൾ മാപ്പ് തന്നെ അവരെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. അതോടൊപ്പം തന്നെ ആ സ്ലിപ്പ് എന്തായാലും ഞങ്ങൾ കൊടുക്കുകയാണല്ലോ പാർട്ടിയുടെ ചിലവിൽ. അപ്പോൾ ഞങ്ങൾ അതിൽ ഞങ്ങളുടെ ഒരു അപ്പീൽ കൂടി, ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് വായിക്കാനും കേൾക്കാനും ഒരുപാട് സമയം വേണ്ടി, പക്ഷേ ഒരു 30-35 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന BJP ഭരണത്തിൽ വന്നാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഞങ്ങളുടെ ഒരു അപ്പീലൂടെ അതിൽ ഞങ്ങൾ 2 QR കോഡ്. ഇത് സത്യത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ സ്വീകാര്യതയാണ് കൊടുങ്ങല്ലൂർ വാർഡിലാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ വളരെ വലിയൊരു സ്വീകാര്യതയാണ് കേരളത്തിനകത്തും പുറത്ത് ലഭിച്ചത്. സ്റ്റേറ്റിന്റെ പല ഭാഗങ്ങളിലും അത് ഇംപ്ലിമെന്റ് പലരും ഇപ്പം ഞങ്ങൾക്ക് അത് പ്രിന്റ് കൊടുക്കാൻ വേണ്ടി ഇവിടുത്തെ യൂണിറ്റിൻ്റെ ആൾക്കാർക്ക് സമയമില്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ മറ്റൊരു സന്ദേശം കൂടിയുള്ളത്, കോർപ്പറേഷനിൽ BJPയുടെ ഭരണം വരുന്നതോടുകൂടി ഭരണത്തിൽ സാങ്കേതിക വിദ്യ ഏതു തരത്തിൽ പ്രയോജനപ്പെടുത്താം, അത് അതിന്റെ കട്ടൻ റൈസറാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില ആശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു 48 മണിക്കൂറിന് 2 ദിവസത്തിനകം ഒരു പുതിയ മേഖലയിലേക്ക് കൂടി ഞങ്ങൾ കടന്നു ചെല്ലാനുള്ള റിസർച്ച് ഇന്ന് കഴിഞ്ഞ 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, ഇപ്പോൾ തന്നെ സംസ്ഥാന അധ്യക്ഷൻ പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് പറഞ്ഞു, കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഞങ്ങൾ ഓൺലൈനിലാക്കും. അതോടുകൂടി അഴിമതി അവസാനിക്കും. അതിൽ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ പൈസ കൊടുക്കേണ്ട സാഹചര്യം വരുന്നില്ല. എല്ലാം ഓൺലൈൻ ട്രാൻസാക്ഷൻ ആകുമ്പോൾ എല്ലാത്തിനും ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടാകും. അപ്പോൾ ഭരണത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും സാങ്കേതിക വിദ്യ കടത്തിവിടുക, അതിലൂടെ സമൂഹത്തിൻ്റെ പണം മുടക്കി കണ്ടുപിടിച്ച സാങ്കേതിക വിദ്യ പരമാവധി സാധാരണക്കാരന് പ്രയോജനപ്പെടുത്തുകയും അവരുടെ കണ്ണുകളിൽ അതിൻ്റെ തിളക്കം വർദ്ധിക്കുകയും ചെയ്യും. ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ടെക്നോളജി, മൊബൈൽ ഫോൺ എല്ലാവരും ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ മൂല്യം വർദ്ധിച്ചത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് ഇതൊരു മധുരമായിട്ടുള്ളൊരു തിരിച്ചു കൊടുക്കൽ കൂടിയാണ്. അതായത്
നരേന്ദ്രമോദി ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ചും ഡിജിറ്റൽ ട്രാൻസാക്ഷനെക്കുറിച്ചും ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിച്ചപ്പോഴേക്കും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പി ചിദംബരം ആ പാർലമെന്റിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹം എഴുന്നേറ്റ് ചോദിച്ചു, എങ്ങനെയാണ് പച്ചക്കറി കടയിൽ വൈഫൈ കിട്ടുന്നത്, എങ്ങനെയാണ് പച്ചക്കറി കടയിൽ പോയിട്ട് ഓൺലൈൻ ട്രാൻസാക്ഷൻ നടക്കുന്നതെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പരിഹസിച്ചൊരു ഘട്ടമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് നരേന്ദ്രമോദി അതിന് ഒരു മറുപടിയും പറഞ്ഞില്ല, പക്ഷേ നടപ്പിലാക്കി കാണിച്ചു കൊടുത്തു. ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി. അതിലൂടെ എന്താണ് സംഭവിച്ചത്? ഏറെക്കുറെ എല്ലാവരും ടാക്സ് നെറ്റിനകത്തായി. അപ്പം രാജ്യത്ത് നടക്കുന്ന സാമ്പത്തിക ക്രയവിക്രയങ്ങൾ സ്റ്റേറ്റിന് മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക് തടയുന്നു, രാജ്യത്തിൻ്റെ സമ്പദ്ഘടന വർദ്ധിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇതിലൊരു പങ്ക് വഹിക്കുവാൻ വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തോട് ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും മഹത്തരമായ ഒരു മുതൽക്കൂട്ടായിരിക്കും. രേഷിട, നമ്മൾ കുറേ നേരം സംസാരിച്ചു. എൻ്റെ മനസ്സിൽ കുറേ നാളായിട്ടുള്ള ഒരു ചോദ്യമാണിത്. അതായത് ജനപ്രതിനിധികൾ രാഷ്ട്രീയപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനപ്പുറത്തായിട്ട് ഇപ്പം പറഞ്ഞ ഈ സാങ്കേതിക വിദ്യ ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസമുള്ള നല്ല എഡ്യൂക്കേഷനുള്ള കൗൺസിലർമാർ വരേണ്ട അത്യാവശ്യമല്ലേ? എഡ്യൂക്കേഷനുള്ള കൗൺസിലർമാർ വരണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ജനാധിപത്യത്തിൽ അത് സാധിക്കില്ല. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പക്ഷേ ഉന്നത വിദ്യാഭ്യാസം ഒക്കെ നേടാനൊക്കെ സാധിക്കുകയില്ല. ഞാൻ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഉള്ളവർ വരണമെന്നുള്ള ഒരു വാദം നമുക്ക് മുന്നോട്ട് വയ്ക്കാം. അതായത് കഴിഞ്ഞ 5 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അടിവരയിട്ട് പറയുന്നു, രാഷ്ട്രീയ വിദ്യാഭ്യാസം കൂടുതൽ ലഭിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഈ അസംബ്ലിയിലും പാർലമെൻറ്റിലും ഒക്കെ വരുന്ന ഒരു ഏറെക്കുറെ എല്ലാവരും ഗൗരവമായി കുറേ കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയൊക്കെ മത്സരിക്കുന്നു. എക്സെപ്ഷണൽ കേസുകൾ മാത്രമേ അല്ലാതെ വരാറുള്ളൂ. പക്ഷേ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളിൽ വളരെ പെട്ടെന്നാണ് നറുക്കിട്ട് വനിതയാകുന്നു, പട്ടികജാതിയാകുന്നു, പുരുഷനാകുന്നു ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ പലപ്പോഴും സ്ഥാനാർത്ഥികളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കുറച്ച് റിസ്ക് എടുത്തൊക്കെയാണ് ചില സ്ഥലത്ത് കണ്ടെത്തി വരുന്നത്. ഇവർ ചിലപ്പോൾ വീട്ടമ്മമാരായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരായിരിക്കും, പൊതുപ്രവർത്തനമായി ബന്ധമുള്ളവരും ഉണ്ടാകാം, ഉള്ളവരും ഉണ്ടാവാം, ചിലപ്പോൾ ചിലരുടെ കുടുംബ പശ്ചാത്തലം വെച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയാവുന്നതായിരിക്കാം. അപ്പോൾ അതൊക്കെ അവരുടെ സാഹചര്യങ്ങളാണ്. അവരൊക്കെ എനിവേ ജയിച്ചു വരുന്നു, അടുത്ത 5 വർഷം ജനപ്രതിനിധികളായിരിക്കും. പക്ഷേ പലപ്പോഴും കണ്ടുവരുന്നത് ഗൗരവമായ ഈ വിഷയങ്ങളെ സമീപിക്കാൻ എല്ലാവർക്കും സാധിക്കുന്നു. ഒരു എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ കുറേ ഉണ്ടാവും, പക്ഷേ എല്ലാവർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പരമാവധി സമൂഹത്തിനും അവർക്ക് പ്രയോജനപ്പെടാതെ പോകുന്നു. ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷനെ ബേസ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. തിരുവനന്തപുരം സ്റ്റേറ്റ് ക്യാപിറ്റലാണ്. അവിടുത്തെ കൗൺസിലർമാർ ഏത് പാർട്ടി ആയിക്കോട്ടെ, കൗൺസിലർമാരൊക്കെ തന്നെ ഒരു MLA-യുടെയോ MP-യുടെയോ മാനസിക നിലവാരത്തിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയം ചിന്തിക്കുകയും കൈകാര്യം ചെയ്യുവാനും കോമ്പിറ്റൻ്റ് ആയിരിക്കണം എന്നുള്ള അഭിപ്രായമുണ്ട്. അവർ ജയിച്ചു വന്നാൽ ഒരു സംസ്ഥാന രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് വിഷയങ്ങളെയൊക്കെ തന്നെ അത്തരത്തിൽ സമീപിക്കാൻ, കേവലം ആ വാർഡിലെ കുറച്ച് കാര്യങ്ങൾ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കാതെ ഒരു സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കേണ്ട ഒരു കോർപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. ആ ഒരു വേവ് ലെങ്തിലേക്ക് ഇവർ ജയിച്ച് കടന്നു വന്നാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ രാഷ്ട്രീയ പാർട്ടി ഏതോ ആയിക്കോട്ടെ, പക്ഷേ ഏതു തരത്തിൽ സ്റ്റേറ്റ് ക്യാപിറ്റലിലെ കോർപ്പറേറ്റർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കാര്യങ്ങൾ സമീപിക്കാം എന്നുള്ള തരത്തിലുള്ള ഒരു സ്റ്റഡി ക്ലാസ് അവർക്കൊരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. അതിനകത്ത് നടക്കുന്ന ചർച്ചകൾ ആ തരത്തിലൊരു സംസ്ഥാന നിലവാരത്തിലുള്ള ചർച്ചകൾ, പ്രാദേശിക വികസന കാര്യങ്ങളും ജനകീയ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഒരു വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന കോർപ്പറേറ്റർമാരാക്കി സ്റ്റേറ്റ് ക്യാപിറ്റലിലെ കോർപ്പറേറ്റർമാരെ, എല്ലാവരും അങ്ങനെ തന്നെ ആവണം, പക്ഷേ ഞാൻ തിരുവനന്തപുരം ബേസ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ക്യാപിറ്റലിലെ കോർപ്പറേറ്റർമാരെ മാറ്റിയെടുക്കണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്.